കൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന, ഉച്ചത്തിൽ ദേഷ്യപ്പെടുന്ന, മുടിയഴിച്ചിട്ട് ആക്രോശിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പൊതുവെ നമ്മൾ കാളി എന്നാണല്ലോ അഭിസംബോധന ചെയ്യാറുള്ളത്. അശ്വതി ശ്രീകാന്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം കാളി ആർജവമുള്ള 9 ചെറുകഥകളുടെ സമാഹാരമാണ്. കാളി എന്ന കഥയിൽ പറയുന്നത് പോലെ കെട്ടിയ മുടിയൊന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾ കാളുമാറാൻ. പൊട്ടു തൊട്ടാലൊന്ന്, തൊടാഞ്ഞാൽ മറ്റൊന്ന്, വളയിട്ടാലൊന്ന്, ഇട്ടില്ലെങ്കിൽ മറ്റൊന്ന്, കണ്ണെഴുതിയാലൊന്ന്, ഇല്ലെങ്കിൽ മറ്റൊന്ന്, അങ്ങനെ മാറിക്കളയും നമ്മുടെ പെണ്ണുങ്ങൾ. അതെ, ഇത് നമുക്ക് ചുറ്റിലുമുള്ള കുറെ പെണ്ണുങ്ങളുടെ കഥയാണ്. അവരുടെ മോഹത്തിന്റെ, പ്രേമങ്ങളുടെ, അവരുടെ പാപത്തിന്റെ, സ്വപ്നങ്ങളുടെയൊക്കെ കഥ. കൊക്കൂൺ മുതൽ ആകാശം വരെ പറന്നുയരാൻ വെമ്പുന്ന ചിറകുകളുള്ള പെൺമനസ്സിന്റെ കഥ. നമ്മുടെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളും ഭാവിയും വരെ മറ്റു പലരും തീരുമാനിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ കഥ. മന്ദാരപ്പൂക്കൾ വീഴുന്ന പടികളുള്ള നാലുകെട്ടിൽ പാർത്ത രാമച്ചത്തിന്റെ മണമുള്ള പെണ്ണുങ്ങളുടെ കഥ. അവരുടെ ചൂടും നോവും ഏറ്റുവാങ്ങിയ ആമ്പൽക്കുളത്തിന്റെ കഥ. പിറവിയുടെ രഹസ്യങ്ങൾ പേറുന്ന പെൺനോവുകളുടെ കഥ. എല്ലാം മറന്നു എന്ന് നടിച്ച് ഒടുക്കം താൻ നടിക്കുകയാണെന്ന് പോലും മറന്നു പോകുന്ന സ്ത്രീകളുടെ കഥ. ശബ്ദം കൊണ്ട് വലിയ ജനസാഗരങ്ങളെ കൈപ്പിടിയിലാക്കാൻ മിടുക്കുള്ള പെണ്ണുങ്ങളുടെ കഥ. അവരുടെ വഴിയിൽ പതിയിരിക്കുന്ന ചതിയുടെയും വഞ്ചനയുടെയും കഥ. പോരാട്ട വീര്യമുള്ള പെണ്ണും പാപക്കറകൾ മണക്കുന്ന പെണ്ണും ഈ കഥകളിൽ ജനിക്കുന്നു. നമുക്ക് പരിചയമുള്ള, ഇവിടെയൊക്കെയോ കണ്ടതും കേട്ടതുമായ ചിലരെയൊക്കെയാണ് ഈ കഥകളിലും നമ്മൾ കണ്ടുമുട്ടുന്നത്. ജീവിതത്തിന്റെ ഇളം ചൂടുള്ള ആവിഷ്കാരങ്ങളാണിവ. നമ്മുടെ പരിസരങ്ങളുടെ ഊഷ്മളതയും സ്നേഹവും പകയും അരക്ഷിതാവസ്ഥകളുമൊക്കെ ഈ കഥകളിലുമുണ്ട്. ഇതിലെ സജിതയും ചിത്തിരയും ചന്ദ്രയും അമ്പിളിയും രശ്മിയും ആനിയമ്മയും ഒക്കെ നമുക്കേറെ അടുത്തറിയാവുന്നവരായി തോന്നാം. നമ്മുടെ വീടിന്റെ ഉമ്മറത്തും ചായ്പിലും വീട്ടിലേക്കുള്ള നടവഴിയിലും അയൽപ്പക്കത്തും അങ്ങാടിയിലുമൊക്കെ കുരുങ്ങിക്കിടന്ന ചില കഥകളെ അതിൻ്റെ മുള്ളുകളിൽ നിന്ന് അടർത്തിയെടുത്ത് അവയ്ക്ക് അക്ഷരങ്ങളുടെ രൂപം നൽകി ആവിഷ്കരിക്കുകയാണ് അശ്വതി ശ്രീകാന്ത് എന്ന എഴുത്തുകാരി. അതുകൊണ്ട് തന്നെ ഈ കഥകൾ ഒട്ടും തന്നെ അപരിചിതത്വത്തിന്റെ കുപ്പായമിട്ട് നിങ്ങളെ ഉറ്റുനോക്കില്ല എന്നത് ഉറപ്പാണ്. അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്ന കഥാസമാഹാരത്തിലെ 9 ചെറുകഥകളിലെ ചിത്തിര എന്ന ചെറുകഥയിലെ ഒരു ഭാഗം നമുക്ക് കേൾക്കാം. ഞങ്ങൾ വാതിൽ പൂട്ടി ഉമ്മറത്തേക്കിറങ്ങി. മുൻവശത്തെ പടിക്കെട്ടിൽ നിറയെ മന്ദാരത്തിന്റെ വെളുത്ത പൂക്കൾ. ഞാൻ ഒരിക്കൽ കൂടി പിരിഞ്ഞ് ചുവരിലെ ചിത്രങ്ങളിലേക്ക് കണ്ണോടിച്ചു. 25-കാരിയായൊരു മുത്തശ്ശി. അവരുടെ പേര് ചിത്തിരയെന്നാണോ എന്ന് ഞാൻ അഭിയോട് ചോദിച്ചില്ല. കാർ ഗേറ്റ് കടക്കുമ്പോൾ അഭി പറഞ്ഞു, യു നോ സംതിങ്, ഇവിടുത്തെ മുത്തശ്ശിമാരൊക്കെ മെത്തയിൽ രാമച്ചൻ വിരിച്ചാണ് കിടന്നിരുന്നത്. ആക്ച്വലി നിനക്ക് അങ്ങനൊരു മണമാണ്. ഞാൻ ചിരിച്ചു. ഇന്നലെ കണ്ട കാവ്, അമ്പലം, പാടം ഒന്നും രാത്രി കണ്ടതുപോലെയല്ല. നേർത്ത വെളിച്ചവും മഞ്ഞും ചേർന്നതൊരു സ്വപ്നം പോലെ തോന്നിച്ചു. കാറ് പഞ്ഞിത്തൂവൽ പോലെ ഒഴുകി. ഞാൻ കണ്ണുകൾ അടച്ചിരുന്നു. ഇപ്പോഴും വിമൻസ് ഹോസ്റ്റലിലെ മുഷിഞ്ഞ ബെഡിലാണെന്നും അഭിറാം ശേഖറിനെ എനിക്ക് വെറും ദിവസങ്ങളുടെ പരിചയം മാത്രമേയുള്ളെന്നും ഞാൻ സ്വപ്നം കാണാൻ ശ്രമിച്ചു. ചിത്തിരേ എന്ന് വിളിച്ചാൽ കണ്ണു തുറക്കരുതെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അഭിയുടെ തറവാട്ടിലെ പ്രസവമുറിയിൽ കാഴ്ചക്കാരില്ലെങ്കിലും ജനിമരണങ്ങളുടെ റീലൊരെണ്ണം ആവർത്തിച്ച് ഓടിക്കൊണ്ടിരുന്നു.